അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും രാമന്റെയും അയ്യപ്പന്റെയും മുന്നിൽ ഒരുപോലെ തന്നെ. തട്ടിപ്പും വെട്ടിപ്പും ചെയ്യാൻ കമ്മ്യൂണിസ്റ്റും BJP-ക്കാരും വ്യത്യസ്തരല്ല എന്നുകൂടി തെളിയുകയാണ്. അയോധ്യ രാമക്ഷേത്രത്തിൽ ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൽ നിന്ന് പുറത്തുവരുന്ന തട്ടിപ്പിന്റെ ഒക്കെ കഥകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അയോധ്യ രാമക്ഷേത്രത്തിൽ ഭക്തർ നൽകിയ സംഭാവന വലിയ രീതിയിൽ കട്ടെടുത്ത് പ്രതികൾ സ്വന്തമാക്കിയ ആഡംബര വീടുകളും ഫാം ഹൗസും ഒക്കെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വസ്തുവകകളാണ്. ആഡംബര കാറടക്കം വാങ്ങാനും ഇവർ പദ്ധതിയിട്ടു എന്നാണ് തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ പണമെണ്ണുന്ന വിഭാഗത്തിലെ കരാർ ജീവനക്കാരായ അനുകൽപ് മിശ്ര, ലവ്കുശ് മിശ്ര എന്നിവരാണ് കട്ടെടുത്ത പണം കൊണ്ട് ആഡംബര ജീവിതം നയിച്ചത്. അയോധ്യ രാമജന്മഭൂമി ട്രസ്റ്റ് അംഗത്വത്തിൽ നിന്ന് രാജിവെച്ച അനിൽ മിശ്രയുടെ ബന്ധുവാണ് ലവ്കുശ് മിശ്ര. ഇവരടക്കം അറസ്റ്റിലായ 8 പ്രതികളും റിമാൻഡിലാണ്. അനുകൽപ് മിശ്ര UP-യിലെ ബസവ ഗ്രാമത്തിൽ ഫാം ഹൗസ് പണിതു. അയോധ്യയിൽ 65 ലക്ഷം നൽകി വീട് വാങ്ങി. ആഡംബര കാർ വാങ്ങാനും പദ്ധതിയിട്ടു. വാടക വീട്ടിൽ താമസിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്ന ലവ്കുശ് മിശ്ര 25 ലക്ഷം മുടക്കി വീട് വെച്ചു. ഭാര്യയുടെ പേരിൽ അയോധ്യ ലക്നൌ ദേശീയപാതയിലെ സഹദത്ത് ഗഞ്ച് ബൻബീർപൂർ മേഖലയിൽ 9 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്ഥലത്താണിത്. 2 നില വീട് പാലുകാച്ച് ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. 1 ലക്ഷം രൂപ വിലയുള്ള ബൈക്കും വാങ്ങി. ക്ഷേത്രത്തിൽ 12,000 രൂപയായിരുന്നു ഇയാളുടെ വേതനം. 12,000 രൂപയുള്ള ഒരാൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യം ഉയരുന്നിടത്താണ് ഈ വാർത്തകൾ, ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത്. എന്തായാലും രാമന്റെ വക കട്ടിരിക്കുന്നത് അയോധ്യയിലാണ്, അയ്യപ്പന്റെ വക കട്ടത് കേരളത്തിലാണ്. പക്ഷേ 2 സ്ഥലത്തും ആ സമയത്ത് കേരളത്തിലെ ഭരണ നേതാവ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഇപ്പോഴാണ് സർക്കാർ മാറിയിരിക്കുന്നത്. അയോധ്യയിലാണെങ്കിൽ യോഗി ആദിത്യനാഥ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അയോധ്യയിൽ രാമന്റെ മുതലുകെട്ട ഒരാളെ പോലും വെറുതെ വിടില്ല എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നടന്നിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വാക്കുകൾ, ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ നടപടികൾ എങ്ങോട്ടും പോകുന്നില്ല എന്ന ആരോപണവുമുണ്ട്. കേന്ദ്ര സർക്കാരും അതിനെതിരെ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്ന ആരോപണവുമുണ്ട്. എന്തൊക്കെയായാലും ശരി, യോഗി ആദിത്യനാഥിന്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ എവിടെയാണ് കള്ളത്തരമുള്ളത്, എവിടെയാണ് ആക്രമണമുള്ളത്, അവിടെ യോഗി ആദിത്യനാഥ് കൃത്യമായി പ്രതികരിച്ചിരിക്കും, നടപടി എടുത്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതും അങ്ങനെ തന്നെ ആകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ രാമജന്മഭൂമിയിലെ ഈ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കള്ളക്കണക്കുകളുടെയും ഒക്കെ കഥ കേട്ട് രാമഭക്തർ. ഞായറാഴ്ച പ്രതികളുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ 79 ലക്ഷം രൂപയും ആഭരണങ്ങളും അടക്കം കണ്ടെടുത്തിരുന്നു എന്നാണ് വിവരങ്ങൾ. മുതിർന്ന RSS നേതാവും അയോധ്യ രാമക്ഷേത്രം ട്രസ്റ്റ് അംഗവുമായ അനിൽ മിശ്രയുടെ ബന്ധുക്കൾ കാണിക്കക്കൊള്ളയിലൂടെ സമ്പാദിച്ച കോടികളുടെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ ആതിഥേയൻ അനിൽ മിശ്രയായിരുന്നു എന്നതാണ് വാസ്തവങ്ങൾ. മോദിയുടെ ശുപാർശയിൽ ട്രസ്റ്റ് അംഗമായതിന് പിന്നാലെ അനിൽ മിശ്ര തന്റെ അടുത്ത ബന്ധുക്കളായ അനുകൽപ് മിശ്രയും ലവ്കുശ് മിശ്രയും സംഭാവനകൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന സംഘത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. കാണിക്കകളും വിലപിടിപ്പുള്ള വസ്തുക്കളും അടിച്ചുമാറ്റിയ സംഘത്തിൽ ഉൾപ്പെട്ട ഇരുവരും വളരെ വേഗത്തിലാണ് കോടിപതികളായത്. മാസം 12,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം. ഇവരുടെ സ്വത്തുക്കളുടെ മൂല്യം ശമ്പള വരുമാനത്തിന്റെ പല മടങ്ങാണ്. അയോധ്യയിലെ ബസവ ഗ്രാമത്തിൽ 65 ലക്ഷം മതിപ്പ് വരുന്ന വീടാണ് അനുകൽപ് മിശ്ര പണി കഴിപ്പിച്ചത്. നിലവിലെ കാറിന് പുറമെ 25 ലക്ഷത്തിന്റെ SUV കാർ ബുക്ക് ചെയ്തു. 2 മാസം മുൻപ് ഗ്രാമത്തിൽ 7 ദിവസം നീണ്ട മതസമ്മേളനം സംഘടിപ്പിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയായിരുന്ന ചമ്പത് റായ് അയോധ്യയിലെ BJP മേയർ ഉൾപ്പെടെ സമ്മേളനത്തിന് എത്തി. ലക്ഷങ്ങൾ ചെലവഴിച്ച് ആഘോഷം എങ്ങനെ സംഘടിപ്പിച്ചു എന്ന് ആശ്ചര്യപ്പെട്ട നാട്ടുകാർക്ക് അയോധ്യ ക്ഷേത്രക്കൊള്ള പുറത്തു വന്നതോടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നതാണ് വസ്തുത. 1 വർഷം മുൻപാണ് ലവ്കുശ് മിശ്ര രാമക്ഷേത്രത്തിൽ ജോലിക്ക് കയറിയത്. 1 വർഷം കൊണ്ടാണ് അയാൾക്ക് ഇത്രമാത്രം ഒരു വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടായത്. അടുത്തിടെ അയോധ്യ ലക്നൌ ദേശീയപാതയോട് ചേർന്ന് 25 ലക്ഷം രൂപ വിപണി വില വരുന്ന സ്ഥലവും സ്വന്തമാക്കി. ലക്ഷങ്ങൾ മുടക്കി ബഹുനില വീടിന്റെ നിർമ്മാണം തുടങ്ങി. ആഡംബര ബൈക്കും വാങ്ങി. എന്തായാലും ഇതൊക്കെ എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാവുകയാണ് രാമജന്മഭൂമിയിൽ നിന്ന് വരുന്ന വാർത്തകൾ. എന്തായാലും രാമക്ഷേത്ര കൊള്ളക്കേസിൽ പ്രതികളായ 8 പേരെ 2 ആഴ്ചത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അയോധ്യയിലെ അഴിമതി വിരുദ്ധ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി ജഡ്ജി രജത് വർമ്മയുടേതാണ് നടപടി. പോലീസ് കസ്റ്റഡി ആവശ്യം ഉന്നയിച്ചിരുന്നില്ല. യോഗി ആദിത്യനാഥിൽ തന്നെയാണ് ഇപ്പോൾ രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിന്റെ ഭക്തർക്കുള്ള ആ ഒരു വിശ്വാസം. ഒരിക്കലും കള്ളത്തരം ചെയ്തവരെ യോഗി ആദിത്യനാഥ് വെറുതെ വിടില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ്. എന്തൊക്കെയായാലും ശരി, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ശ്രീരാമ ഭക്തർ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.